മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായി നമ്മളതിൻ്റെ ബാഗ് ഓഫ് കർമ്മം നിർവഹിക്കുകയാണ്. പ്രിയപ്പെട്ട ചെയർപേഴ്സൺ ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി ഇവിടെ നടത്തുകയുണ്ടായി. നമ്മുടെ മഞ്ചേരിയിലെ വീട്ടമ്മമാർ ഇന്ന് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് എന്ന് പ്രത്യേകം പറയാൻ കാരണം എല്ലാ ബുധനാഴ്ചകളിലും നിങ്ങളുടെ വീടുകളിലെ ഡയപ്പറും മഞ്ചേരി നഗരസഭ ഏറ്റുവാങ്ങി ആക്രി എന്ന് പറയുന്ന ഈ സ്ഥാപനം അത് കൊണ്ടുപോയി വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ നിർമ്മാർജ്ജനം ചെയ്യും എന്നുള്ള സന്തോഷവിവരം നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മഞ്ചേരി നഗരസഭ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് നമ്മൾ അതിൻ്റെ പരിപാടിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാലിന്യ സംസ്കരണവുമായി പ്ലാസ്റ്റിക് വേസ്റ്റുകളാണെങ്കിലും മറ്റ് വേസ്റ്റുകളും അജൈവ വസ്തുക്കളും ഒക്കെ സംസ്കരിക്കുന്നതിന് നമ്മൾ പ്രത്യേകം ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്കത് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ കുട്ടികളുടേതാണെങ്കിലും പ്രായമായ ഒരുപാട് ആളുകൾ ഇന്ന് സുഖമില്ലാതെ കിടക്കുമ്പോഴും ഈ വേസ്റ്റ് കൊണ്ടുപോകാനും അത് സംസ്കരിക്കാനും വളരെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളാണ് ഇന്ന് മഞ്ചേരിയിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അത് ഇവിടെ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തു ഉദ്ഘാടനം ചെയ്തു. പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്താൽ എല്ലാ ബുധനാഴ്ചയും നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ സാധനം കൊണ്ടുപോകുന്നതാണ്. 50 രൂപ ഒരു കിലോ വെച്ച് അവർക്ക് കൊടുക്കണം. എങ്കിലും ഞാനടക്കമുള്ളവർ ഇപ്പോൾ ഇതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നഗരസഭ ഇതുമായി മുന്നോട്ട് പോയത്. മഞ്ചേരിയിൽ ഇതൊരു വലിയ മാലിന്യ സംസ്കരണവുമായി വലിയൊരു പരിഹാരമായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കിടപ്പിലായ രോഗികളുടെയും ഒക്കെ ഇതുപോലുള്ള വേസ്റ്റുകൾ സംസ്കരിക്കുന്നതിനാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങുന്നത്. ഇന്ന് തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് മഞ്ചേരി മൊത്തമായിട്ട് ക്ലീൻ മഞ്ചേരിയാക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള പൂർണ്ണ സംതൃപ്തിയോടുകൂടിയാണ് ഇന്ന് നമ്മൾക്ക് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവർ 50 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നത് വലിയൊരു സംഖ്യ. പക്ഷേ ഇത് സംസ്കരിക്കാൻ കൊണ്ടുപോകുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് 50 രൂപ കൊടുത്ത് നിങ്ങൾ സഹകരിക്കണം. എല്ലാ വീടുകളിലും ആവശ്യമുള്ള രജിസ്റ്റർ ചെയ്ത ആവശ്യമുള്ളവരുടെ വീട്ടിൽ വന്നത് കൊണ്ടുപോകുമെന്നും കൂടി അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ അത് നഗരസഭേനെ തന്നെ ആ ഫണ്ട് വെച്ചുകൊണ്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ പദ്ധതിയൊക്കെ ആയതുകൊണ്ട് നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അടുത്ത പദ്ധതി വരുമ്പോഴേക്കും നമ്മൾ അതിൽ ഉൾപ്പെടുത്തി ചെയ്യാനുള്ളൊരു തീരുമാനം കൂടി ഈ ഭരണസമിതി എടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വേസ്റ്റ് നീക്കം ചെയ്യാൻ വളരെ പ്രയാസപ്പെടുന്ന ഈ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. തീർച്ചയായിട്ടും മഞ്ചേരിയിലെ കിടപ്പിലായ രോഗികൾക്കും മറ്റും ഇത് വലിയ ഒരു മുതൽക്കെട്ടാവും എന്നുള്ള യാതൊരു സംശയവുമില്ല. മഞ്ചേരി നഗരസഭയുടെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിപാടികൾ വളരെ നന്നായി നടക്കുന്നു എന്ന് കഴിഞ്ഞ ജൂലൈ 4-ന് കിലയിൽ നടന്ന ഒരു മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമ്മളുടെ ചെയർപേഴ്സണെ തന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചിട്ടുള്ളതാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ ഈ ആക്രിയുടെ പ്രവർത്തനം കൂടി കൂടുതൽ ശക്തിപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അതാത് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കെല്ലിൽ കൊണ്ടുപോയി സംസ്കരിക്കുകയാണ്. കെല്ലിൽ അതിൻ്റേതായ ഡബിൾ ചേമ്പറിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, എവിടെ മാലിന്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ റോഡരികിലോ എവിടെയാണെങ്കിലും നമ്മൾ പരിശോധന നടത്തുമ്പോൾ കൂടുതലും ഈ സാനിറ്ററി മാലിന്യങ്ങളാണ് കൂടുതൽ വന്നത്. അപ്പോൾ നമുക്കും ഒരു സംവിധാനം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം